ഭാരതത്തിന്റെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന വന്ദേ മാതരം ഇനി രാജ്യമെങ്ങും കൂടുതൽ അഭിമാനത്തോടെ മുഴങ്ങും. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ദേശീയ ഗീതത്തെ അപമാനിച്ചിരുന്നവർക്ക് ഇനി അഴിയെണ്ണേണ്ടി വരും. പ്രീണന രാഷ്ട്രീയത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച് ആ ചരിത്രപരമായിട്ടുള്ള ബില്ല് ഇപ്പോൾ നിയമമായിരിക്കുകയാണ്. ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയ്ക്ക് ലഭിക്കുന്ന അതേ നിയമ പരിരക്ഷയും ആദരവും ഇനി മുതൽ വന്ദേ മാതരത്തിനും ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇതിനായി 1971 നിയമത്തിൽ സുപ്രധാന ഭേദഗതി വരുത്തുന്ന ബിൽ രാജ്യസഭ പാസാക്കി. ഇനി മുതൽ വന്ദേ മാതരത്തെ ബോധപൂർവം അപമാനിക്കുകയോ അനാദരിക്കുകയോ ചെയ്താൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും. ഇതോടെ ദേശീയ ചിഹ്നങ്ങളെ അവഹേളിക്കുന്നത് ഒരു അവകാശമായി കൊണ്ടു നടന്നിരുന്നവർക്ക് വലിയൊരു പൂട്ടാണ് കേന്ദ്ര സർക്കാർ ഇട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരക്കണക്കിന് പോരാളികൾക്ക് ജീവത്യാഗം ചെയ്യാൻ ഊർജം നൽകിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഈ വരികളായിരുന്നു. എന്നാൽ കഴിഞ്ഞ 123 വർഷമായി ഈ ഗാനം നിരന്തരം അപമാനിക്കപ്പെടുകയാണെന്നും 1923 കോൺഗ്രസ് സമ്മേളനത്തിൽ പോലും വന്ദേ മാതരം അവഹേളിക്കപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന ചരിത്രമാണ് രാജ്യസഭയിൽ ചർച്ചയായത്. ഇത് വെറുമൊരു നിയമനിർമ്മാണം മാത്രമല്ല, ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തോടുള്ള ആദരവാണെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് വ്യക്തമാക്കി. വന്ദേ മാതരത്തെ എതിർക്കുന്നത് ദേശീയ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന പ്രീണന നയമാണെന്നും അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസും സർദാർ പട്ടേലും സ്വപ്നം കണ്ട ആദരവാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഈ ഗീതത്തിന് നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ പതിറ്റാണ്ടുകളായി രാജ്യത്ത് നിലനിന്നിരുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ തെറ്റാണ് തിരുത്തപ്പെട്ടിരിക്കുന്നത്. വന്ദേ മാതരം പാടില്ലെന്ന് പറയുന്നവർക്കും അതിനെ വർഗീയമായി ചിത്രീകരിക്കുന്നവർക്കുമൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണത്. ഇന്ത്യയുടെ മണ്ണിൽ ജീവിക്കുന്നവർക്ക് ഇനി മുതൽ രാജ്യത്തിന്റെ ദേശീയ ഗീതത്തെ നെഞ്ചോട് ചേർക്കേണ്ടി വരും. അല്ലാത്തവർക്ക് നിയമം അതിൻ്റെതായ ഭാഷയിൽ തന്നെ മറുപടി നൽകും. മിസ്റ്റർ സിസ്റ്റേ പറയണം.